ഇൻഡോറിലെ മണ്ണിൽ നിന്നും യാത്ര തുടങ്ങി ഒടുവിൽ കേരളത്തിൻ്റെ സ്വന്തം മിസ്റ്റർ ഡിപ്പെൻഡബിൾ എന്ന പേരെടുത്ത ക്രിക്കറ്ററാണ് ജലജ് സക്സേന. വർഷങ്ങളോളം അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു പോരാളിയായി നിന്നു. 6000-ലധികം റൺസും 400-ലധികം വിക്കറ്റുകളും എന്ന റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ഒരേ ഒരു അൺകാപ്ഡ് താരം. ഓരോ മത്സരത്തിലും മികച്ച പ്രകടനം, ഓരോ സീസണിലും സ്ഥിരത. എന്നിട്ടും ദേശീയ ടീമിലേക്കുള്ള ആ വാതിൽ അദ്ദേഹത്തിനായി തുറന്നില്ല. പലപ്പോഴും ചോദ്യങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്രയും മികച്ച പ്രകടനം നടത്തിയിട്ടും സക്സേന ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാത്തത്? എന്നാൽ ആ നിരാശകളിലൊന്നും ജലജിനെ തളർത്തിയിട്ടില്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ കഠിനാധ്വാനം തുടരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രം. ഒടുവിൽ കേരളത്തോട് വിട പറഞ്ഞ അദ്ദേഹം യാത്ര തിരിക്കുമ്പോൾ കണ്ണീരോടെ നന്ദി പറഞ്ഞു. കേരളം എനിക്ക് ബഹുമാനം, അംഗീകാരം, ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാൻ പറ്റുന്ന സൗഹൃദങ്ങൾ എല്ലാം തന്നു. ദേശീയ കുപ്പായം അദ്ദേഹത്തിന് ലഭിച്ചില്ലായിരിക്കാം, പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം സ്വന്തമായ റെക്കോർഡുകളും ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം ഒഴുക്കിയ വിയർപ്പും കളിയോടുള്ള ആ അചഞ്ചലമായ സമർപ്പണവും ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു വികാരമായി എപ്പോഴും ഓർമ്മിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ജലജ് സക്സേന, നിങ്ങൾ വെറുമൊരു കളിക്കാരനല്ല, സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഓരോരുത്തർക്കും ഒരു പ്രചോദനമാണ്. ഇന്ത്യൻ കുപ്പായമണിയാൻ ഇദ്ദേഹം യോഗ്യനല്ലായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.